ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 21/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. തീർച്ചയായും. ഈ ഒരു ഡീപ്പ് ഡൈവിലേക്ക് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അതെ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന വിഷയം നോക്കുകയാണെങ്കിൽ, ഈ പഴയ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് പുതിയ ലോകത്തിലെ സുഖങ്ങളിലേക്കുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. ആ ഒരു മാറ്റത്തിനായി ബാബ നൽകുന്ന അറിവാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. പിന്നെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ബാബ പറയുന്നു എന്ന രീതിയിലാവും അവതരിപ്പിക്കുക. കാരണം ഈ അറിവുകൾ മുഴുവൻ ബാബ നൽകുന്നതാണല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ മുരളിയിലെ പ്രധാന ചോദ്യത്തിലേക്ക് തന്നെ വരാം, അല്ലേ? വരാം. ഇന്നത്തെ ഹെഡിങ്ങിൽ ബാബ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. അതായത്, ബുദ്ധിമാന്മാരായ കുട്ടികൾ ഏത് രഹസ്യം മനസ്സിലാക്കിയാണ് ഉയർന്ന പദവി നേടാൻ ശ്രമിക്കുന്നത്? പരംധാമം വിട്ട് ബാബ നമ്മളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് തന്നെ ഈ പുതിയ രാജധാനിക്ക് വേണ്ടിയാണ്. ഇപ്പോ ഈ കളി അഥവാ ഡ്രാമ എന്താണെന്നും ഇതിൽ നമ്മുടെ റോളുകൾ എന്താണെന്നും നമുക്ക് വിശദമായി ഒന്ന് നോക്കാമല്ലേ? തീർച്ചയായും. ഇപ്പോ ഇതിൽ ബാബ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീമതവും ആസുരീയ മതവും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ആ വ്യത്യാസം? ബാബ പറയുന്നു, നമ്മൾ ശ്രീമതത്തിലൂടെ, അതായത് ഈശ്വരീയ നിർദ്ദേശങ്ങളിലൂടെ നടന്ന് എല്ലാവർക്കും സുഖം നൽകണം. കാരണം ഇതുവരെ നമ്മൾ ആസുരീയ മതത്തിലൂടെ പരസ്പരം ദുഃഖം മാത്രമാണ് കൊടുത്തുവന്നത്. ശരിയാണ്. ഇപ്പോ ലോകത്തിൽ നോക്കിയാൽ എല്ലാവരും ദുഃഖിതരാണല്ലോ. അതെ, വലിയ ഋഷിമുനിമാർ പോലും ശാന്തി ആഗ്രഹിക്കുന്നുവെന്നാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന ഈ ശ്രോതാക്കളോട് തന്നെ ചോദിക്കാണ്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, പല പ്രഭാഷണങ്ങളും കേൾക്കുന്നു. പക്ഷെ പലപ്പോഴും ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പോകുന്ന ഒരവസ്ഥയല്ലേ? നമ്മള് ശാസ്ത്രങ്ങളും രാമായണവും ഒക്കെ ഭക്തിയോടെ വായിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ യഥാർത്ഥ ശാന്തി ലഭിക്കാത്തത്? അതൊരു നല്ല ചോദ്യമാണ്. ഇതിന് ബാബ നൽകുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ ഇന്ന് തികച്ചും ഘോരമായ അന്ധകാരത്തിലാണ് എന്നാണ്. അന്ധകാരത്തിലാണോ? അതെ. അവർ ദുഃഖഹർത്താവും സുഖഹർത്താവുമായ ഭഗവാനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പരിധിയില്ലാത്ത അച്ഛനെ, അതായത് ബാബയെ, അവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഓ, അതായത് ആരെയാണോ വിളിക്കുന്നത് അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബാബ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഈ 5000 വർഷത്തെ വലിയൊരു ഡ്രാമയുണ്ടല്ലോ, ഇതിൽ സത്യയുഗം മുതൽ ത്രേതായുഗത്തിന്റെ അവസാനം വരെ യാതൊരു ദുഃഖവുമില്ല എന്ന സത്യം ബാബയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും ഒരു പുസ്തകത്തിലും ഈ അറിവില്ലല്ലോ. ഇല്ല. ബാബ നേരിട്ട് വരുമ്പോൾ മാത്രമാണിത് മനസ്സിലാകുന്നത്. വാവ്. അപ്പൊ ബാബ പറയുന്നു ഇതൊരു പരിധിയില്ലാത്ത സ്കൂളാണ് എന്ന്. അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഋഷിയോ ഒന്നുമല്ല. അല്ലല്ല, സാക്ഷാൽ ശിവബാബയാണ്. അതെ, ബാബ ഒരേ സമയം നമുക്ക് അച്ഛനും ടീച്ചറും പിന്നെ സദ്ഗുരുവുമാണ്. ഇപ്പൊ ഇതിൽ ബാബ ഉപയോഗിക്കുന്ന രാമന്റെയും സീതമാരുടെയും ഉപമ എനിക്ക് വളരെ ഇഷ്ടായി. ആ ഉപമ വളരെ ഗഹനമാണ്. ബാബ പറയുന്നു, പരിധിയില്ലാത്ത ബാബ അഥവാ നിരാകാരനായ ഭഗവാൻ മാത്രമാണ് എല്ലാ സീതമാരുടെയും ഒരേയൊരു രാമൻ. ബാബ പറയുന്നത്, നിങ്ങളെല്ലാവരും സീതമാരാണ്. എല്ലാവരും രാവണന്റെ, അതായത് വികാരങ്ങളുടെ ജയിലിലകപ്പെട്ട് ശോകവാടികയിലാണ് എന്നാണ്. ശോകവാടികയിൽ. അതെ, നമ്മളെല്ലാവരും ആ രക്ഷകനെ കാത്തിരിക്കുന്ന സീതമാരാണെന്ന സങ്കല്പം എത്ര മനോഹരമാണല്ലേ? വളരെ മനോഹരമാണ്. ഇതിന്റെ ഒരു ആഴം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോ വിനാശം അരികിൽ നിൽക്കുകയാണ്. ഇത് മഹാഭാരത യുദ്ധത്തിന്റെ അതേ സമയമാണ്. ശരിയാണ്. എന്നാൽ മനുഷ്യർ തങ്ങളുടെ സമ്മത്തിന്റെ ലഹരിയിൽ മരണം മുന്നിൽ നിൽക്കുന്നത് കാണുന്നില്ല. അവർ ശോകവാടികയിലാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതെ, ആ ഒരു അറിവില്ലായ്മയാണ് പ്രശ്നം. അപ്പോ ബാബ വന്നിരിക്കുന്നത് കക്കയ്ക്ക് സമാനമായ ഈ പഴയ ലോകത്തെ വീണ്ടും വജ്രസമാനമായ സ്വർഗമാക്കി മാറ്റാനാണ്. അതിനായി ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണരായ നമ്മളെ ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. അതെ, ആ രാജയോഗം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ 5 വികാരങ്ങളെ ശിവബാബയ്ക്ക് ദാനം നൽകിയതാണല്ലോ. അതെ. ബാബ പറയുന്നു അത് വീണ്ടും തിരിച്ചെടുക്കരുത് എന്ന്. ഇപ്പോ ഇതിലൊരു പ്രധാന വില്ലനുണ്ട്. ദേഹാഭിമാനം, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ ദേഹാഭിമാനം തന്നെ.
ദേഹാഭിമാനമെന്ന ഭൂതം വന്നാൽ മറ്റെല്ലാ ഭൂതങ്ങളും, അതായത് ബാക്കി വികാരങ്ങളും പിന്നാലെ വരുമെന്ന് ബാബ പറയുന്നു. അതായത് കാമം, ക്രോധം ഒക്കെ വരുന്നത് ഈ ദേഹാഭിമാനത്തിൽ നിന്നാണ്. അതെ. അതുകൊണ്ട് നമ്മൾ സദാ ആത്മാഭിമാനിയായി മാറണം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുരളിയിലെ ഒരു മനോഹരമായ ഉപമ ഞാൻ ഓർക്കുകയാണ്. പാമ്പിന്റെ പടം പൊഴിക്കലായിരിക്കും അല്ലേ? അതെ അതെ. സർപ്പം അതിന്റെ പഴയ തോല് അഥവാ പടം ഉപേക്ഷിച്ച് പുതിയതെടുക്കുന്നത് ബാബ പറയുന്നുണ്ട്. സത്യയുഗത്തിൽ നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നതും അതുപോലെയാണെന്ന്. ഉപമ വളരെ വ്യക്തമാണ്. ബാബ പറയുന്നു, ഈ പഴയ ശരീരം വെറുമൊരു പഴയ ചെരുപ്പ് പോലെയാണ്. ഇപ്പൊ കലിയുഗത്തിൽ നോക്കൂ, മരണം വരുമ്പോൾ നമ്മൾ കരയുന്നു, കഷ്ടപ്പെടുന്നു, എല്ലാവർക്കും മരണഭയമാണ്. അതെ, ഭയങ്കര ഭയമാണല്ലോ. എന്നാൽ സത്യയുഗത്തിൽ അങ്ങനെയല്ല. പഴയ വസ്ത്രം മാറുന്നതുപോലെ വളരെ സന്തോഷത്തോടെയാണ് ആത്മാവ് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. പാമ്പ് പടം പൊഴിക്കുന്നതുപോലെ യാതൊരു വിഷമവുമില്ലാതെ. അതെ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ മരണഭയം ഇല്ലാതാകും. തീർച്ചയായും. ഈ അറിവുകളൊക്കെ ബാബ നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്തിമാർഗത്തിൽ ചെയ്ത അബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഭക്തിയിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് വിഷ്ണുവിന് 4 കൈകൾ നൽകിയിരിക്കുന്നത് പ്രവൃത്തിമാർഗത്തെ, അതായത് ലക്ഷ്മി നാരായണനെ സൂചിപ്പിക്കാനാണ്. ശരിയാണ്. എന്നാൽ മനുഷ്യർ അത് അക്ഷരാർത്ഥത്തിലെടുത്തു. അതുപോലെ യൂറോപ്യന്മാര് ലക്ഷ്മി നാരായണനെ ഗോഡ് ഗോഡസ് എന്ന്, ഭഗവാൻ ഭഗവതി എന്ന് വിളിക്കുന്നു. അതെ. പിന്നെ ശിവനെ അപമാനിക്കുന്ന കാര്യവും ബാബ പറയുന്നുണ്ടല്ലോ. ശിവനെ കഞ്ചാവും ഉമ്മത്തിൻകായും വലിക്കുന്നയാളായി ചിത്രീകരിച്ച് അപമാനിക്കുന്നു. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ബാബ പറയുന്നു. തികഞ്ഞ അറിവില്ലായ്മ. അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോ പലർക്കും ഭഗവാനെ നേരിട്ട് കാണണം, ദർശനം ലഭിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമില്ലേ? ഉണ്ട്. അപ്പോ അതിനെക്കുറിച്ച് ബാബ എന്താണ് പറയുന്നത്? ബാബ ഇതിന് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാബ പറയുന്നു, ധ്യാന ദർശനങ്ങളുടെ യാതൊരു ആവശ്യവും നമുക്കില്ല എന്ന്. ശരിക്കും ദർശനങ്ങളുടെ ആവശ്യമില്ലേ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആത്മാവ് ഒരു മിന്നാമിനുങ്ങിനേക്കാൾ ചെറിയ ബിന്ദുവാണ്. ശിവബാബയും അതുപോലൊരു ബിന്ദുവാണ്. അപ്പൊ പിന്നെ എന്ത് ദർശനം ലഭിക്കാനാണല്ലേ? അതെ. പിന്നെ സാക്ഷാത്കാരത്തിൽ വലിയൊരു അപകടമുണ്ട്. അവിടെ മായ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. മായ പ്രവേശിക്കുമോ? അതെങ്ങനെയാണ്? അതായത് ദർശനം കിട്ടുമ്പോൾ ആളുകൾക്ക് അഹങ്കാരം വരും. എനിക്ക് ഭഗവാനെ കാണാൻ പറ്റി എന്ന ഈഗോ വരും. അത് അവരുടെ ഉയർന്ന പദവി നഷ്ടപ്പെടുത്തും. ശരിയാണ്. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സാക്ഷാത്കാരത്തിന് പിന്നാലെ പോകാതെ ലക്ഷ്മി നാരായണനാകുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് രാജയോഗം പഠിക്കുകയാണ് വേണ്ടത്. അത് വളരെ വ്യക്തമാണ്. അപ്പോ ഇതൊന്ന് ഷോർട്ടാക്കി റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഡ്രാമയുടെ വലിയൊരു കളിയെക്കുറിച്ചാണ്. പിന്നെ അച്ഛനും ടീച്ചറുമായ ശിവബാബയെക്കുറിച്ച് പറഞ്ഞു. നമ്മളെല്ലാവരും സീതമാരും ബാബ രാമനുമാണെന്ന് ഓർമ്മിപ്പിച്ചു. അതെ. അതുപോലെ പഴയ ശരീരം സർപ്പം പടം പൊഴിക്കുന്നത് പോലെ ഉപേക്ഷിക്കണമെന്നും ഭക്തിയിലെ തെറ്റിദ്ധാരണകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇപ്പോ ഇതിൽ നിന്നും ധാരണയ്ക്കുള്ള മുഖ്യ സാരം എന്താണെന്ന് ഞാൻ വായിക്കാം. അതെ, പറയൂ. ഒന്നാമത്തെ കാര്യം, ബാബയ്ക്ക് ദാനം നൽകിയ വികാരങ്ങൾ തിരികെ എടുക്കരുത്. ദേഹാഭിമാനത്തിന്റെ ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സദാ ആത്മാഭിമാനിയായി മാറാൻ പരിശീലിക്കുക. രണ്ടാമതായി, ദർശനത്തിനും സാക്ഷാത്കാരത്തിനും യാതൊരു ആശയവും വെക്കരുത്. ലക്ഷ്യം കൃത്യമായി മുന്നിൽ വെച്ച് എല്ലാവർക്കും സുഖം നൽകുക. വളരെ കൃത്യം. ഇനി നമുക്ക് ഇന്നത്തെ വരദാനത്തിലേക്ക് വരാം. വളരെ പ്രാധാന്യമുള്ളൊരു വരദാനമാണ് ഇന്നത്തേത്. ബാബ പറയുന്നു, ചെയ്യിക്കുന്നയാളുടെ സ്മൃതിയിലൂടെ സേവനത്തിൽ സദാ നിർമ്മാണത്തിന്റെ കാര്യം ചെയ്യുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറും കർമ്മം ചെയ്യുന്നവരല്ല, നമ്മൾ കർമ്മയോഗികളാണ്. അതായത് കർമ്മവും യോഗവും ഒരുമിച്ച്, അല്ലേ? അതെ. വ്യവഹാരവും പരമാർത്ഥവും തമ്മിൽ കൃത്യമായ ബാലൻസ് വേണം. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും, ഇപ്പോൾ ഓഫീസിലായാലും വീട്ടിലായാലും, താൻ വെറുമൊരു നിമിത്തമാണെന്നും തന്നെക്കൊണ്ടിതെല്ലാം ചെയ്യിക്കുന്നത് ബാബയാണെന്നുമുള്ള ഓർമ്മ വേണം. അത് വളരെ പ്രധാനമാണ്. അതെ. അത് നമ്മളിൽ നിർമ്മാണം, അതായത് പൂർണ്ണമായ വിനയം, ഹ്യൂമിലിറ്റി നിലനിർത്തും. അഹങ്കാരം വരികയില്ല. ശരിയാണ്. അഹങ്കാരം ഇല്ലാതായാൽ തന്നെ പാതി പ്രശ്നങ്ങൾ തീർന്നു. ഇന്നത്തെ സ്ലോഗനും അതുമായി ബന്ധപ്പെട്ടതാണ്. സ്ലോഗൻ ഇതാണ്: സേവനം അഥവാ സംബന്ധ സമ്പർക്കത്തിൽ വിഘ്നമുണ്ടാകുവാനുള്ള കാരണമാണ് പഴയ സംസ്കാരം,
ആ സംസ്കാരങ്ങളിൽ നിന്ന് വൈരാഗ്യമുണ്ടാകണം. പഴയ സംസ്കാരങ്ങൾ തീർത്തു ഉപേക്ഷിക്കണം. അതെ. ഇനി അവ്യക്ത സൂചന കൂടി നോക്കാം. ബാബ പറയുന്നത് സദാ അചഞ്ചല സുദൃഢ ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എന്നാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബാബയുടെ ഹൃദയസിംഹാസനത്തിലിരിക്കണമെങ്കിൽ നമ്മുടെ സ്ഥിതി ഈ ഏകരസ സ്ഥിതിയുടെ ആസനത്തിലായിരിക്കണം. ഏകരസസ്ഥിതി, അതായത് എപ്പോഴും ഒരേപോലെ ഇരിക്കുക. അതെ അതെ, ഒരു തപസ്വി എങ്ങനെയാണോ ഇളകാതെ ഇരിക്കുന്നത്, അതുപോലെ അകാല സിംഹാസനധാരിയായി ഇരിക്കാൻ ബാബ ഓർമ്മിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ എന്തായാലും നാം ഇളകാൻ പാടില്ല. വളരെ ഗഹനമായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശ്രോതാക്കളായ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നൽകുകയാണ്. ഈ 5000 വർഷത്തെ വലിയ ഡ്രാമയിൽ നിങ്ങൾ വെറുമൊരു നടനാണെന്നും നിങ്ങളുടെ ഈ പഴയ ശരീരം ഉപേക്ഷിക്കാൻ സമയമായ ഒരു പഴയ വസ്ത്രം മാത്രമാണെന്നും നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയായിരിക്കും നേരിടുക? അതൊരു വലിയ ചോദ്യമാണ്. അതെ, ഈയൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കുമെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും. ആ ചിന്ത എല്ലാവർക്കും വലിയൊരു ശാന്തി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തി.